ഇന്നാണ് സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തലകുനിഞ്ഞു പോയത്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവല്ലേ? എറണാകുളം പനങ്ങാടുള്ള ശ്രീരാജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, എൻ്റെ ഫേസ്ബുക്ക് സൗഹൃദ വലയത്തിലുള്ള ചെറുപ്പക്കാരനാണ്. മുഖോര എന്നുള്ള അദ്ദേഹം പറഞ്ഞു, ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, സന്തോഷമാണ്, അമ്മക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്, അമ്മക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എൻ്റെ സൗഹൃദ വലയത്തിൽ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മുസ്ലിമീങ്ങളെ വലിയ ഇഷ്ടമാണ്, അവരുടെ വീട്ടിലൊക്കെയുള്ള ആതിഥേയ മര്യാദയും അവരുടെ ക്വാളിറ്റിയൊക്കെ വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സങ്കടം, ഉസ്താദെ സമീപകാലത്തായിട്ട് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്ന ഒരു മൂല്യച്യുതി, ഏതെങ്കിലുമൊക്കെ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട തന്നെ സിനിമാ നടന്മാരോ മറ്റുള്ള ആളുകളോ, പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് സമീപ ദിവസം മരണപ്പെട്ടു പോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവൻ നവാസ്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്നൊരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, എന്തിനാണ് മുസ്ലിയാരെ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് അവിടെ പോയിരുന്ന് ഇതൊക്കെ ചൊല്ലുന്നത്, ഇവരൊക്കെ സിനിമാ നടന്മാരല്ലേ, മറ്റല്ലേ, മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിഹാസരൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ ഒക്കെ താഴെ കമൻ്റ് എഴുതുകയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തല കുനിഞ്ഞു പോയി എന്നുള്ളതാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം, നിങ്ങൾ എന്താണ് അള്ളാഹുവിനെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്? ഇതിൽ മാത്രമുള്ള അസുഖമല്ല. ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ യാദൃശ്യവശാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് വേശ്യ എന്ന് വരെ വിളിക്കുന്ന ആളുകളുണ്ട്. ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇത്രയും അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോട് ഏതെങ്കിലും തരത്തിൽ, മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫിരിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ കമൻ്റായിരിക്കും. വെറുത്തു. ഇതാണ് മതം സഹിഷ്ണുതയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഫിർഔനോട് സംസാരിക്കാൻ പറഞ്ഞു വിടുമ്പോഴും പറഞ്ഞത്, പ്രവാചകരെ അങ്ങ് വളരെ മിതമായ രൂപത്തിൽ, മാന്യമായ ഭാഷയിൽ, സഭ്യമായ ഭാഷയിൽ വേണം അദ്ദേഹത്തോട് സംസാരിക്കാൻ. ഇതാണ് മതം. രണ്ടാമതൊരു കാര്യം, ഒരാളെ സ്വർഗത്തിലും നരകത്തിലേക്ക് ആക്കാൻ നമ്മളാരാണ്? നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണെന്ന് അഭിപ്രായം പറയാൻ കഴിയുക? നമ്മൾ ഈ വിലയിരുത്താൻ നമ്മൾ ആരാണ്? നമുക്കതിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങൾക്ക് രസകരമായൊരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പങ്കുവെച്ച ഒരാശയം. സ്വഹാബത്തിനോട് പറഞ്ഞ, സ്വഹാബത്തെ, ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് മനുഷ്യർ, അതിലൊരാൾ ആരാധനാനിരതനാണ്, ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആളാണ്, മറ്റൊരാൾ പാപപങ്കിലമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയും, ഈ പാപപങ്കിലനായ മനുഷ്യനോട് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആൾ പറയും, നിന്നെ എത്ര ഉപദേശിച്ചോ നീ നന്നാകുന്നില്ല, നീയൊക്കെ നരകത്തിലാടാ, നിനക്ക് പടച്ചോൻ പുറത്തു തരത്തില്ല, ഈ പാപിയാണ്. ഇദ്ദേഹത്തിന് വലിയ വിഷമമാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ. ഇവർ രണ്ടാളും മരണപ്പെട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഈ പാപമംഗലമായ മനുഷ്യനെയാണ്. അതിൻ്റെ കാരണം അല്ലാഹു തആല ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക നിഷ്ഠയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ഈ ആരാധനാനിരതനായി ജീവിച്ച മനുഷ്യനോട് പറയും, എൻ്റെ അധികാരന്മാരാണ് നിന്നെ ഏൽപ്പിച്ചത്, എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്, അതിൽ കൈകടത്താൻ നീ ആരാണ്? അല്ലാഹു ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മനുഷ്യനെ ശിക്ഷിക്കുകയും പാപമംഗലമായ ജീവിതം നയിച്ച ഈ മനുഷ്യനോട് അല്ലാഹു അവൻ്റെ കൃപ കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരാളെയും നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട, നമ്മൾ ആരെയും സ്വർഗത്തിലോ നരകത്തിലാക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇനി ഭാവിയിൽ ഇനി പല പ്രമുഖരായ ആളുകളുണ്ട്, ഇവിടെ ജീവിച്ചിരിപ്പുള്ള പ്രതിഭാനിരതരായ പല ആളുകളുണ്ട്, കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ പോകുന്നവരാണ് പറയുന്നത്, നമ്മൾ പടച്ചോൻ്റെ പണി എടുക്കണ്ടോ, അല്ല തീരുമാനിച്ചോളും ആരാണ് സ്വർഗം ആരാണ് നരകം. ഈ കലാഭവൻ നവാസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പം എല്ലാ മനുഷ്യരിൽ നമ്മൾ കാണാത്ത അന്തർലീനമായ ഒരുപാട് നന്മയുണ്ട്. കലാഭവൻ നവാസിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഒരു മതപണ്ഡിതൻ, അദ്ദേഹം എന്നോട് പറഞ്ഞതേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വിത്തറും കൂടി നിസ്കരിച്ചിട്ട് പോകുന്നവ. ഈ വിലയിരുത്തുന്നവൻ പള്ളിയിൽ തന്നെ പോകുന്നുണ്ടോ സംശയം? പള്ളിയിൽ തന്നെ നീയൊക്കെ പോകുന്നുണ്ടോ? വല്ല പെൺപിള്ളാരെയൊക്കെ വേശ്യ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, അവരെ എത്രത്തോളം അവരെ ഭാര്യ മക്കളും ഒക്കെ ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട്? ആ അള്ളാനെ ഇങ്ങനെ പോക്കറ്റ് കൊണ്ട് നടക്കല്ലേ.
അത് നമ്മുടെ മാത്രമാണെന്നാലും വിചാരിക്കല്ലേ. അള്ളാനെ കീശയിലിട്ട് നടക്കണ്ട, റബ്ബുൽ ആലമീനെ പക്ഷം ചേർക്കാൻ നോക്കണ്ട, എല്ലാവർക്കും ഉള്ളോനാണ് മറക്കണ്ട, നമ്മുടെ മാത്രമാണെന്നുള്ള വിചാരം വെക്കണ്ട. പടച്ചവൻ എല്ലാവർക്കും ഉള്ളതാണ്. അവൻ കൃപയുള്ളവനാണ്, എല്ലാവരോടും കാരുണ്യമുള്ളവനാണ്. അവനാണ് ആർക്ക് പുറത്തു കൊടുക്കണം, ആരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, ആർക്ക് പുറത്തു കൊടുക്കരുത്, ആരെ നരകത്തിൽ പ്രവേശിക്കണം. റബ്ബിന്റെ തീരുമാനമാണ്. അത് അവന് വിട്ടുകൂടും. നമ്മൾ ആരെയും വിലയിരുത്താൻ നിൽക്കണ്ട. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കും.